ദാവീദിൻ്റെ പാട്ട് എന്തിനു വേണ്ടി? ഇന്നലെ നമ്മൾ ധ്യാനിച്ചു ആർക്ക് വേണ്ടി എന്നുള്ളത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു എന്തിനു വേണ്ടി. 18-ാം സങ്കീർത്തനത്തിൻ്റെ തലവാചകം ശ്രദ്ധിച്ചാൽ അതും കിട്ടും. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും വിശേഷാൽ അമ്മായിയപ്പൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് ദാവീദ് ഈ സംഗീതവാക്യങ്ങൾ യഹോവയ്ക്ക് പാടി. അപ്പോൾ എന്തിനു വേണ്ടി പാടി? നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പാടി, സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി പാടി. ഹല്ലേലൂയ. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചില്ലെങ്കിലോ, രോഗം മാറിയില്ലെങ്കിലോ, പ്രയാസങ്ങൾ മാറിയില്ലെങ്കിലോ, അപ്പോൾ പാടുമോ? പാടും. 34-ാം സങ്കീർത്തനം അതിൻ്റെ ഹെഡിങ്, ദാവീദ് അമാലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ പാട്ട്. വിടുതൽ കിട്ടിയില്ല, അതിനു പകരം അപമാനവും ഭീതിയും നേരിട്ടു. മനസ്സ് എന്ന് പറയുന്ന സാധനം വല്ലാതെ തകർന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, കൊതുക് കടിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. ഭാര്യ പ്രസവത്തിന് പോയിട്ട് 2 ദിവസം വൈകി, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യമൊന്നും അല്ല പറയുന്നത്. വല്ലാതെ മനസ്സ് ചതഞ്ഞ് തകർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എങ്കിലിതാ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ പാടുന്ന പാട്ടാണ് 34-ാം സങ്കീർത്തനം. അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ചു, ഗത്ത് രാജാവായ ആക്കീശിൻ്റെ മുമ്പിൽ വെച്ച്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ മേലാതെ നാട് വിട്ടോടിയ ഒരു ചെറുപ്പക്കാരനാണ് ദാവീദ്. മറ്റാരെയും പേടിച്ചിട്ടല്ല, സ്വന്തം അമ്മായിയപ്പനായ രാജാവിനെ പേടിച്ചിട്ട്. പറയാൻ പറ്റുമോ ആരോടെങ്കിലും? ഈ ബന്ധുക്കാരെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല, കുറ്റം ഉണ്ടെങ്കിലും അല്ലേ. എൻ്റെ അമ്മായിയപ്പൻ 6 വഷളനാന്ന് പറയാൻ പറ്റുമോ? അല്ലേ. അപ്പോൾ അങ്ങനെ ചെന്ന് ഈ നമ്മളിപ്പോൾ അഭയാർത്ഥികൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ യുദ്ധമൊക്കെ നടക്കുന്നിടത്ത് ക്ഷാമമുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്നിങ്ങനെ കപ്പലിലൊക്കെ വന്ന് യൂറോപ്പിലോട്ടും ഇംഗ്ലണ്ടിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ ആളുകൾ കയറുന്നുണ്ട് അല്ലേ. അങ്ങനെ വന്ന് കയറുക ദാവീദ്. വന്ന് കയറിയപ്പോൾ ഇവനെ ആരും അറിയാത്ത പോലെ ഒരു ഫാൻസി ഡ്രസ്സിലായിരിക്കും പോയത്. കാരണം ഇവൻ ഇതിനു മുമ്പ് ഈ ഗത്ത് രാജാവിനൊരു പണി കൊടുത്തിട്ടുണ്ട്. ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിരുന്നു അവൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഥകൾ ഇവൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇവനെ ഈ രാജ്യക്കാർ സ്വീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ അവനത് പിടി കൊടുക്കാതെ ആളറിയാത്ത പോലെയൊക്കെ നിന്നു. പക്ഷെ ആരൊക്കെയോ കണ്ടുപിടിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പണി പാളി എന്ന് പിള്ളേർ പറയുകയല്ലേ. ദാവീദിന് മനസ്സിലായി ഇനി ജീവിതകാലം മുഴുവനും ഇരുട്ട് മുറിക്കകത്ത് കിടക്കും. ദാവീദ് പെട്ടെന്ന് ഇങ്ങനെ ഈ തുപ്പൽ ചുണ്ടയിൽ കൂടെ ഇങ്ങനെ ഒലിപ്പിച്ചു, താടിയിൽ കൂടെ ഒഴുകി വൃത്തികെട്ട ഒരു കോലമായിട്ട് അഭിനയിച്ചു. രാജാവ് വന്ന് നോക്കിയിട്ട്, എന്നാ ഈ രാജ്യത്തന്നെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നോക്കിയേ, അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. അപ്പോൾ ഇപ്പം പാടുന്നത് എന്തിനാ? നന്ദി കൊണ്ടാണോ? വിടുവിച്ചതിനാണോ? സൗഖ്യം കിട്ടിയതിനാണോ?
അങ്ങനെയും ഒരു പാട്ടുണ്ടല്ലേ. ഓ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു നന്മയുമില്ലാത്ത ഒരു മാസമാണ് ഇതെങ്കിൽ, കയ്പും കഷ്ടവും നഷ്ടവും നൊമ്പരവും മാത്രമുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ നിങ്ങൾ പാടുവോ? ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും, ദൈവം നല്ലവൻ. പാടുവോ? പാടണം. കൃപ ദൈവം തരട്ടെ. ആമേൻ.